ഉമ്മയും ഉപ്പയൊക്കെ മരണപ്പെട്ടാൽ പള്ളിക്കൊക്കെ കൊണ്ടുപോയിട്ട് പള്ളിക്കത്തെ ഫസ്റ്റ് സോഫിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും ബാക്കിലിരുന്ന് ഇങ്ങനെ മയ്യത്ത് നിസ്കരിച്ചുവല്ലോ. ആ സമയത്ത് ഓരോ മയ്യത്തും ആഗ്രഹിക്കുത്രേ, എൻ്റെ മോനൊന്നും ഈ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയിരുന്നെങ്കിൽ. ശരിയാണ്, പള്ളിക്കത്ത് ഉസ്താദാകാരം നിസ്കരിക്കുക. പക്ഷെ ഒരു മകൻ, ഒരു മോന് എന്നുള്ള നിലക്ക് നിനക്കോ എനിക്കോ മയ്യത്ത് നിസ്കരിക്കാൻ അറിയുമെങ്കിൽ നീയും ഞാനും തന്നെ അത് നിർവഹിക്കണം. അതുകൊണ്ട് നമുക്കൊക്കെ താല്പര്യം ഉണ്ടാവും. എൻ്റെ ഉപ്പയാണല്ലേ ഈ മുമ്പിൽ കിടക്കണത്, എൻ്റെ ഉമ്മയാണല്ലേ ഈ മുമ്പിൽ കിടക്കണത്, ആ മയ്യത്ത് നിസ്കാരം എല്ലാവർക്കും ഇമാമായിട്ട് ഞാൻ തന്നെ നിൽക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കും. എന്നിട്ടും അത് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കേൾക്ക്. ചെറിയ പണിയുള്ളൂ, കുറച്ച് നേരം മാറ്റി വെച്ച് അത് പഠിച്ചെടുക്കുക. അവിടെ അഭിമാനമല്ലടാ, നമ്മളെ ഉമ്മയും ഉപ്പയും ഈ ലോകം വിട്ടിട്ട് നമ്മോട് യാത്ര ചോദിക്കുമ്പോൾ അവർ യാത്രയാക്കുന്ന അവസാന നിമിഷത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു മകനെന്ന നിലക്ക് നമുക്ക് ഇമാം നിൽക്കാൻ സാധിച്ചാൽ വലിയ അഭിമാനമല്ലേ അത്? ജന്മം തന്ന ഉമ്മയും ഉപ്പയല്ലേ, അവർ പോവല്ലേ? പോകുന്ന സമയത്ത് നമ്മളല്ലാതെ വേറെ യാത്രയാക്കേണ്ടത്. ആദ്യം ഈ സ്ക്രീനിൽ കാണുന്ന ഇമാമായി നിസ്കരിക്കുമ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നിയ്യത്ത് വെക്കുക. അല്ലാഹു അക്ബർ. ഒരു ഫാത്തിഹ ഓതുക. ഫാത്തിഹ എല്ലാവർക്കും അറിയാലോ, സ്ക്രീനിൽ കാണുന്ന ഫാത്തിഹ എന്ന സൂറത്ത് ഓതുക. അല്ലാഹു അക്ബർ. രണ്ടാമത്തെ തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്ത്. നമ്മൾ നിസ്കാരത്തിലൊക്കെ നമ്മൾ ഓതണ തന്നെയാണ്, അറിയാത്തവർക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ തക്ബീറിന് ശേഷവും നാലാമത്തെ തക്ബീറിന് ശേഷവും മയ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടത്. മൂന്നാമത്തെ തക്ബീറിന് ശേഷം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് സ്ക്രീനിൽ കാണുന്നത്. അത് പ്രാർത്ഥിച്ചതിന് ശേഷം അല്ലാഹു അക്ബർ. നാലാമത്തെ തക്ബീറിൽ ചെറിയൊരു ഷോർട്ടായ പ്രാർത്ഥന, ആ പ്രാർത്ഥനയാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതൊന്ന് ഫാത്തിഹ നമുക്ക് അറിയുന്ന കേസാണ്. ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്നത്, അത് നമുക്കറിയാം. ഈ രണ്ട് പ്രാർത്ഥന ഒന്ന് പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കൂടി സലാം വീട്ടും എന്താവണം. മയ്യത്ത് നാലാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് അവസാനത്തെ സലാം വീട്ടുന്ന സമയത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത്ര ചെയ്യാനുള്ളൂ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്ക് എത്തിക്കും. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവരും മരണപ്പെട്ടു പോകുമല്ലോ, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പലർക്കും അറിയാത്തത് കൊണ്ടാണ് അങ്ങോട്ട് നിൽക്കാൻ കഴിയാത്തത്.